പ്രൊഡക്റ്റുകൾ ഏതാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. കാരണം പ്രൊഡക്റ്റുകളെ കുറിച്ചും കണ്ടന്റുകളെ കുറിച്ചും ഉപയോഗ രീതിയെ കുറിച്ചൊക്കെ നന്നായിട്ട് നമ്മുടെ നെഹമ്മ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരിക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് അതിന് ചില കാരണങ്ങളുണ്ട്. കാരണം ആസിയമിന്റെ പ്രൊഡക്റ്റുകൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. അത് ഏത് രീതിയിലാണ് സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ടത്. ഒരു പാർട്ടിക്ക് പോകുമ്പോൾ നമുക്ക് നന്നായിട്ട് ചെയ്യാം, പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാനായിട്ടാണ് പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു നമ്മള് ദുർഗന്ധത്തിന് വേണ്ടിയിട്ട് മേഡം നമ്മുടെ സീമ മേഡം ഇരിക്കുന്ന ചെയർ കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് ആക്കാൻ പറ്റുമോ? ഫേസ് ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടാനാണ്. ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ എടുക്കാൻ പോകും. ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു ദോഷവും അവർക്ക് നമ്മളെ കൊണ്ട് ദോഷം ഉണ്ടാകാതിരിക്കുന്നത്. അപ്പം നെഹം പറഞ്ഞ പോലെ നമ്മുടെ ബ്യൂട്ടി ടിപ്സ് ആണിത്. അത് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാം. അതിനുശേഷമാണ് നമ്മൾ അവരിടത്തേക്ക് പോകുന്നത് അല്ലെ. അല്ലെങ്കിൽ നമുക്കറിയാം, ഞാനിപ്പം വെള്ളത്തെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്, ഇങ്ങനെ പിടിക്കേണ്ടതുണ്ട്. ഈ സിറ്റുവേഷൻ എല്ലാം വരുന്ന സമയത്ത് അവർക്ക് എന്നെ കൊണ്ട് ഒരു ഡിസ്റ്റർബ് ഉണ്ടാകരുത്. ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മേക്കപ്പ് റിമൂവർ വൈറ്റ് എടുത്തതിന് ശേഷം ഞാൻ എന്റെ കയ്യിനെയാണ് ആദ്യം വൃത്തിയാക്കുന്നത്. കൈൻ്റെ ഉള്ളിൽ ഇതെല്ലാം നമ്മുടെ സ്കിന്നൊന്ന് സോഫ്റ്റ് ആകും. നമ്മൾ എവിടെയെങ്കിലൊക്കെ പണിയെടുത്ത് അല്ലെങ്കിൽ ഇച്ചിരി ചോറൊക്കെ വഴറ്റുന്നുവല്ലോ, മീനോ മീൻകറിയോ എരിവോ പുളിയോ ഉപ്പൊക്കെ കയ്യിലാക്കിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മുഖത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ തന്നെ ആദ്യം എന്ത് ചെയ്യണം, നന്നായിട്ട് വൃത്തിയാക്കണം. വൈറ്റ് ഉപയോഗിച്ച് നമ്മുടെ കയ്യ് ഇതേപോലെ ഒന്ന് തുടച്ചു കഴിഞ്ഞാലുണ്ടല്ലോ കൈൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റാ, നല്ല ഒരു മയം, ഒരു പതുപതുപ്പ് കയ്യിൽ വരും. അപ്പൊ നമ്മുടെ കൈ ഉപയോഗിച്ച് അവരുടെ മുഖത്ത് തൊടുമ്പോഴും അവർക്കും എന്ത് ചെയ്യാം, ഒരു ഫീൽ ചെയ്യത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ കൈ ചിരട്ട പോലെയാണെങ്കിൽ അവിടെ വെച്ച് വലിക്കുമ്പോൾ അത് അവർക്കും പ്രശ്നമുണ്ട്. അപ്പൊ അതൊന്നും ഉണ്ടാകാതെ നമ്മുടെ കൈനെ ഒന്ന് വളരെ സോഫ്റ്റ് ആയിട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും മേക്കപ്പ് റിമൂവർ വൈറ്റ്സ് എടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, അവരെ മുഖം വൃത്തിയാക്കുക. എന്തിനാണ് മേക്കപ്പ് റിമൂവർ വൈറ്റ്സ് എടുത്തിട്ട് ഈ മുഖം വൃത്തിയാക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചാല്, നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ അവര് എന്തെങ്കിലും നടന്നു വന്നതോ അല്ലെങ്കിൽ അവരെ മുഖത്തിടുന്നതായോ എന്തെങ്കിലും അഴുക്കോ ചളിയോ എന്തെങ്കിലും അവരെ മുഖത്തുണ്ടെങ്കിൽ നമ്മളിത് ബാക്കിയെല്ലാം മേക്കപ്പ് വാരിടുമ്പോൾ ഉള്ളിലിരിക്കുന്ന ചളി അവിടെ തന്നെ ഇരിക്കും. അത് വല്ല കുരുവോ കാര്യങ്ങളോ വന്നാല് നമ്മുടെ പ്രൊഡക്റ്റിനെ അത് ബാധിക്കും. അത് ബാധിക്കാതിരിക്കാനായിട്ട് ആ ഫേസിനെ നല്ലവണ്ണം വൃത്തിയാക്കുക. ഇനി ആണുങ്ങൾക്കൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ കഷണ്ടിയുടെ ആൾക്കാർക്കാണെങ്കിൽ ഇത്തിരി കയറ്റിയിട്ട് അവിടെ വരെ ഈ കഷണ്ടിയുടെ അവിടെ വരെ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വട്ടം മാത്രം ചെയ്താല് കഷണ്ടിയുടെ ഇവിടെ വേറെ കളർ ഇരിക്കും. അപ്പൊ നമ്മൾ മേക്കപ്പ് ചെയ്താൽ അവർക്കൂടെ തന്നെ അറിയാം, കാണുന്നതും കൂടെ മനസ്സിലാവും. പിന്നെ കഴുത്ത് മുതലേ ചെയ്ത, പിന്നെ ചെവി, പുറമേ കാണുന്ന ഭാഗങ്ങള് ചെവി നന്നായിട്ട് ചെയ്യാം. ഇതിപ്പം സിനിമയിൽ നല്ല ഒന്ന് നമ്മള് ഭംഗിയാക്കി ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്ലോ അപ്പ് അടിച്ചു കൊടുക്കാം. ഇതൊക്കെ നെഹമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിന്റെ കാര്യങ്ങൾ സ്കിൻ ടൈറ്റ് ആയിട്ടിരിക്കാൻ, നമുക്ക് വലിച്ചു അങ്ങോട്ട് നീക്കി ഇങ്ങോട്ടൊക്കെ നീക്കി. അപ്പം ഇതൊന്ന് ടൈറ്റ് ആയിട്ട് വൃത്തിയായിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ ഗ്ലോ അപ്പ് അടിച്ചു കൊടുക്കുകയാണ്. അതൊക്കെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ണിന്റെ ഈ ഭാഗങ്ങളിൽ താഴെ നമ്മുടെ മുതലുകളിലൂടെ കൊണ്ട് നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുത്താല് അവിടെ പ്രത്യേക ഒരു ഫ്ലോ വരും. നമുക്കറിയാം കറുപ്പടയാളം, അതിന് നല്ലൊരു വ്യത്യാസം വരും. അവിടെ സ്കിന്ന് നല്ല ഒരു ഗ്ലേസിംഗും വരും. അത് അങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മോയ്സ്ചറിങ് ക്രീമായിട്ട് നമ്മുടെ മോറിങ്കയുടെ ക്രീം എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അധികം ഒന്നും വേണ്ട, നമ്മുടെ കയ്യിൽ കുറച്ച് വെച്ച് നോക്കുക. എന്നിട്ട് അവരുടെ മുഖത്തേക്ക് ആവശ്യത്തിന് തേക്കുക. അല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ അടുത്ത് അവരുടെ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ പിന്നെ കളയാനും പറ്റില്ല, ഞാൻ അവരുടെ മേത്തിന് തേച്ച് പിടിക്കണം. അങ്ങനത്തെ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ വെച്ചിട്ട് കുറച്ച് കുറച്ച് പതുക്കെ തേച്ച് കൊടുക്കുക. ഒരു ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊക്കെ ആർക്കാണോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അവര് പോലും എന്ത് ചെയ്യരുത്, അറിയരുത്. അത്ര സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട്.
അടുത്തത് നമ്മൾ എടുക്കേണ്ടത് BB ക്രീമാണ്. ഇത് ലൈറ്റ് ഷെയ്ഡായ നല്ലത്. ശരിക്കും ഇതൊരു പയറുമണിയുടെ വലിപ്പത്തിൽ മതി. അപ്പൊ പയറുമണി എന്ന് പറയുമ്പോൾ നഴ്സിമിൽ വന്ന പയർ എന്ന് പറയുമ്പോൾ നമ്മൾ ആകെ രജ്മ എന്ന് ഓർത്തേക്കരുത്. ചെറുപയറുമണിയുടെ വലിപ്പത്തിൽ മതി, അല്ലെ രജ്മയുടെ വലിപ്പത്തിൽ എടുക്കരുത്. പയർ എന്ന് പറയുമ്പോൾ നമ്മൾ പയർ അതാണ് മണിയിട്ടാണ്. അപ്പം രജ്മയുടെ വലിപ്പത്തിൽ എടുക്കരുത്, ചെറുപയറിന്റെ വലിപ്പത്തിൽ എടുക്കുള്ളൂ. അതിങ്ങനെ ഇതാ ഡാർക്ക് ഉള്ള ഭാഗങ്ങളിൽ കൂടുതലായിട്ട് നോക്കും. ഇനി ഇതേപോലത്തെ ബ്ലെൻഡിങ് ഇത് കിട്ടും. ചെറിയ പൈസയേ ഉള്ളത്. നമുക്ക് ഏതാണോ സൂട്ടബിൾ അത് വെച്ച് എന്നറിയാതെ വാങ്ങിക്കുക. ഇത് നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ഒരാളുടെ ഫേസ് ചെയ്യുമ്പോൾ അതൊരു ഭംഗിയാ. മറ്റൊന്നൊക്കെ ഒരു ഡിസ്റ്റർബൻസ്. ഇതാണ് നല്ല സോഫ്റ്റ് അല്ലേ, നമ്മുടെ ഹൈഡ് ഹാർഡ്നെസ് ഒന്നും ഇല്ല. അതൊരു സോഫ്റ്റ് ആയിട്ട് അവരുടെ മുഖത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. ആണുങ്ങൾക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഒന്നും കൂടെ ഓർക്കാം. കഷണ്ടി ഉള്ളവർക്കാണെങ്കിൽ മേളിൽ കയറ്റിയിട്ട് അത് ചെയ്ത് കൊടുക്കുന്ന കാര്യം മറക്കരുത്. പിന്നെ ആണുങ്ങൾക്കാണ് ചെയ്യുന്നതെങ്കിൽ താടി നമുക്കറിയാം എത്ര ഷേവ് ചെയ്ത് പറഞ്ഞാലും അടുത്ത മണിക്കൂറിൽ അവർക്ക് ചുറ്റിത്താടി വരും. അപ്പൊ അതിൽ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവർക്കും അത് ഡിസ്റ്റർബൻസ് ആണ്, നമുക്കും അതെ. അപ്പൊ അത് വളരെ പതുക്കെ ഇതേപോലത്തെ മെട്രോ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല, നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ എത്ര കുറച്ച് അപ്ലൈ ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് നല്ല തെളിച്ചമായി വരും. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പാകത്തിന് ചെയ്തു പോകും. ആ പാകത്തിനുള്ളത് നമുക്ക് സമയം കഴിയുന്നതോ അത് വല്ലാണ്ട് അങ്ങോട്ട് കളറായിട്ട് നമുക്ക് പോലും എന്താ പറയാ ചരിച്ചാടി പോലെ അംഗീകരിക്കാൻ നമുക്ക് തന്നെ ചിന്തിക്കാൻ ധാരാളം ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പൊ പയറുമണിയുടെ വലിപ്പം എന്നുള്ളത് നന്നായിട്ട് ശ്രദ്ധിക്കുക, ആ വലിപ്പത്തിൽ മാത്രം എടുക്കുക. പിന്നെ നമ്മൾ എടുക്കുന്നത് നമ്മുടെ കോമ്പാക്ട് പൗഡർ ആണ്. ഇത് ലൈറ്റ് ഷെയ്ഡ് ആണ്, ലൈറ്റ് ഷെയ്ഡ് ഉണ്ട്, സ്ക്വയർ ബോക്സ് ആണിത്. അതിനുശേഷം നമുക്ക് ഐ ഷാഡോ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ എടുത്തെടുത്ത് ഇത്രയും പരുവായി. ഇതിന്റെ നടുക്ക് ഷെയ്ഡുള്ളത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. മറ്റു ഷെയ്ഡുകളെ കുറച്ചും കൂടെ വളരെ ലൈറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടണതാണ്. നമ്മൾ കൈകൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ കഴുകി ഭാഗങ്ങളിലൊക്കെ കരിക്കുകളുണ്ട്. നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ട് നമുക്ക് അർജന്റിൽ അവൈലബിൾ അല്ല, എന്നാലും നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ചെയ്യണം, വാങ്ങിക്കണം.
ഐഷാഡോ ഒക്കെ വളരെ കുറഞ്ഞ അളവിൽ ഇട്ടാൽ മതി. നമ്മുടെ കേരളത്തിൽ പൊതുവെ നമ്മൾ ഒരുപാട് വായിക്കുന്നില്ല, വളരെ കുറഞ്ഞ അളവിൽ മാത്രം. ഫംഗ്ഷനൊക്കെ വേണ്ടവര് ബ്രൈഡൽ മേക്കപ്പ് അങ്ങനെയുള്ളവരൊക്കെ നന്നായിട്ട് ഡാർക്ക് കളറിൽ ഇടാവുന്നതാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ മസ്കാര കിട്ടും. നമുക്കറിയാം നമ്മുടെ കണ്ടിയിൽ കുറവുള്ള ആൾക്കാർക്ക് അത് നല്ല വോളിയം കിട്ടാനും നല്ല തിക്നെസ് ഇരിക്കാനായിട്ട് സഹായിക്കും. പിന്നെ ചേച്ചിക്ക് നല്ല ഹൈറ്റ് കൂടുതലും എനിക്ക് നല്ല ഹൈറ്റ് കുറവുമായിട്ട് ഇത്തിരി റിസ്ക് ഉണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല, തന്നാല താത്താമായിരുന്നു, പക്ഷെ താത്തിയ അതിനുശേഷം നമുക്ക് ഐലൈനർ യൂസ് ചെയ്യും. പിന്നെ ഇച്ചിരി വരച്ച് വെച്ച് കൊടുത്താൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പമുണ്ടാവും. എനിക്ക് കാജൽ സ്റ്റിക്ക് അത് അകത്ത് എഴുതുന്നവരുണ്ട്, പുറത്ത് എഴുതുന്നവരുണ്ട്. പുറത്തുകൂടെ എഴുതിയാൽ നല്ല ഭംഗിയാണ്, പക്ഷെ നമ്മൾ ഇത്തിരി പ്രായമൊക്കെ ആൾക്കാരാണ് നമ്മൾ അകത്ത് എഴുതി ശീലിക്കുമ്പോൾ നമുക്കത് അകത്ത് തന്നെ എഴുതുന്നതായിരിക്കും നല്ലത്. കോർണറിൽ വരുമ്പോൾ രണ്ടും ടച്ച് ചെയ്ത് കൊടുത്താൽ അതൊരു ഭംഗിയാണ്. ഇനി അടുത്ത് നമ്മൾ ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ലിപ് ബാം യൂസ് ചെയ്യാണ്. ലിപ് ബാം യൂസ് ചെയ്യുമ്പം നമുക്ക് ഇപ്പം ഒരു റെഡ് കളറുള്ള ചുണ്ട് അല്ലെങ്കിൽ സ്വതവേ നല്ല വെളുത്ത ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ ചോക്ലേറ്റ് ലിപ് ബാം ആണ്. ഇരുനിറമാണെങ്കിൽ നമുക്ക് സ്ട്രോബെറി നല്ലതാണ്. ഇപ്പൊ ഞാൻ സ്ട്രോബെറി ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ചുണ്ട് നമുക്കറിയാം ഇപ്പൊ ഇരുനിറത്തില് രണ്ട് കളറായിട്ട് രണ്ട് ഷെയ്ഡായിട്ട് ഇതിനെ നമ്മൾ ലിപ് ബാം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ ഒറ്റ ഷെയ്ഡിലേക്ക് വരികയാണ്. ഇനി അതിന്റെ മേളില് നമ്മൾ സാധാരണ ലിപ് ബാം ലിപ്സ്റ്റിക് യൂസ് ചെയ്യാം. അതുപോലെ ലിക്വിഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ ഇതേപോലെ ലിപ് ബാം യൂസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പോയി പോകും. നമ്മള് ലിപ് ബാം യൂസ് ചെയ്യാതെയാണ് നമ്മൾ തന്നെ ലിക്വിഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോ ചുണ്ട് ഡ്രൈ ആയിട്ടിരിക്കുക, അപ്പൊ അതിന് നമ്മൾ ഒന്ന് ലിപ് ബാം ഇട്ട് ചുണ്ടൊന്ന് സ്മൂത്ത് ആക്കിയതിന് ശേഷം അല്ലെങ്കിൽ സോഫ്റ്റ് ഒക്കെ വരുത്തിയതിന് ശേഷമാണ് നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നത്. നമുക്കറിയാം കേരളത്തിൽ പൊതുവെ ലിപ്സ്റ്റിക് ഉപയോഗിക്കുക എന്നുള്ള വലിയ മടിയുള്ള കാര്യമാണ്. അപ്പൊ ഡാർക്ക് കളർ നമ്മൾ അല്ലെങ്കിൽ ചോപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉപയോഗിക്കാൻ മടിയുള്ള ആൾക്കാർ അത് യൂസ് ചെയ്യണ്ട. നമ്മുടെ ഡസ്കി ബ്രൗൺ അപ്പൊ ഈ കളറുണ്ട്, ഇത് നോക്കിയതിന് ശേഷം യൂസ് ചെയ്താൽ മതി. ഈ കളർ യൂസ് ചെയ്ത് കൊടുക്കാം.
അതുപോലെ ആണുങ്ങൾക്ക് നമ്മൾ ലിപ് ബാം യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഡസ്കി ബ്രൗൺ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാം. ഞാൻ മുട്ടിസാക്ക് ചെയ്ത് കൊടുത്തപ്പം ലിപ് ബാം ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ അങ്ങനെ ഡസ്കി ബ്രൗൺ ആണ് മുട്ടിസാക്ക് യൂസ് ചെയ്ത ലിപ്സ്റ്റിക്. ഇനി നമുക്ക് നമ്മുടെ സിന്ദൂരം ഉണ്ട്. ഇത് അപ്ലൈ ചെയ്യണതിന് മുമ്പ് അല്ലെ സിന്ദൂരം ഇട്ട് കൊടുക്കണതിന് മുമ്പ് നമ്മളെ മുടിയാണ് വൃത്തിയാക്കണം. അതിന് മുമ്പ് നമ്മുടെ എന്താ പറയാ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇതെല്ലാം ഇട്ട് നമ്മുടെ ആളെ പുരികം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും നമ്മുടെ ഇപ്പം BB ക്രീം ആട്ടെ മറ്റെന്തെങ്കിലും ആട്ടെ അത് വന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ കോമ്പാക്ട് ആട്ടെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് ഭംഗിയാക്കി കൊടുക്കാം. ഇനി അതില് നമുക്കറിയാം ചിലപ്പോൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ പിന്നെ മസ്കാര അല്ല കാലിസ്റ്റിക് ഉണ്ടല്ലോ അത് പതുക്കെ അതിന് തൊടുകയെ ചെയ്യാവുള്ളൂ. എന്നാൽ അല്ലെങ്കിൽ ഇത്തിരിയെങ്കിലും അളവ് കൂടിയാൽ കുഞ്ഞുപിള്ളേരെ പിരിയാൻ വരച്ച പോലെ ഇരിക്കും ചെറിയ കുട്ടികൾക്ക്. അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ചെറിയ അളവ് ഇട്ടിട്ട് അത് പതുക്കെ ഒന്ന് വെച്ചേച്ചും അതിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ ആ പ്രശ്നം കൊണ്ട് വൃത്തിയാക്കിയാൽ പുരികവും ഭംഗിയായി കാണാനായിട്ട്. അതിനുശേഷം നമ്മൾ മുടിയുടെ ഷേപ്പിൽ അത് വ്യത്യാസം വരുത്താം. സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മുടി എങ്ങനെയാണോ അതുപോലെ അല്ലാതെ അതിന് ചെറിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം വ്യത്യാസം വരുത്താം. ആ ഫേസിന് ചേരുന്ന രീതിയിൽ നമ്മൾ ഒന്ന് വ്യത്യാസം വരുത്തിയാൽ മുഖത്തിന്റെ ഷേപ്പ് തന്നെ വ്യത്യാസം വരും. കുറഞ്ഞ മുടിയുള്ളവർക്കാണെങ്കിൽ നമുക്ക് മുൻപോട്ടൊക്കെ ഇട്ട് കൊടുക്കാം. കൂടുതലുള്ളവർക്ക് മുൻപോട്ട് ഇടുമ്പോൾ അത് ഇതാവും. അത് വേഗം തന്നെ എന്ത് ചെയ്യാം ഫുള്ളൊന്ന് അങ്ങനെ ചെയ്തിട്ട് അതിന്റെ വോളിയം കിട്ടത്തക്ക രീതിയിൽ വൃത്തിയാക്കി കൊടുക്കുക. മുടി ഭംഗിയാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ലിക്വിഡ് സിന്ദൂരം അതൊന്ന് ഭംഗിയായിട്ട് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഒരാളുടെ മുഖം ആവശ്യത്തിനുള്ള ഭംഗിയായി. ഇനി ഇതിൽ കൂടുതൽ നമുക്ക് കളർ വേണം നമ്മുടെ ആൾക്കാര് ഇതിന്റെ അളവ് കൂട്ടുക, ഫയർമണിയുടെ വലിപ്പം കൂട്ടുക, കോമ്പാക്ടിന്റെ അളവ് കൂട്ടുക, ആര്യതി കൂട്ടുക. ഇപ്പൊ ഈ ചെയ്തിരിക്കുന്നത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് തെളിഞ്ഞു വരും. അപ്പം ആ തെളിഞ്ഞു വരുന്നത് അറിയുന്നതിന് മുമ്പ് നമ്മൾ വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്താലേ പുറത്തിറങ്ങും നമുക്ക് നാണിക്കണം. അങ്ങനെ വരാതിരിക്കാൻ പാകത്തിന് മാത്രം അപ്ലൈ ചെയ്യാം. അഖില മാം യെസ് എന്താ പറയാ സീമ മാഡം ആകെ മാറിപ്പോയി.